നമ്മുടെ രാജ്യത്തിനെതിരെ സാമ്പത്തിക യുദ്ധം പ്രഖ്യാപിച്ചയാളാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അതേ ട്രംപ് ഇപ്പോൾ സ്വന്തം രാജ്യത്ത് നക്ഷത്രക്കാലെണ്ണുകയാണ്. 3 ദിവസമായി അമേരിക്കൻ ഗവൺമെന്റ് അടച്ചുപൂട്ടിയിട്ട്. അതെ, ഷട്ട് ഡൗണിലാണ് അമേരിക്ക. എന്താണ് ഷട്ട് ഡൗൺ? എന്തുകൊണ്ട് സംഭവിച്ചു? പരിശോധിക്കാം. സർക്കാരിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് പണം ഉപയോഗിക്കാൻ അനുമതി നൽകുന്ന ബില്ല് പാസ്സായിട്ടില്ല. US കോൺഗ്രസിൽ ഡെമോക്രാറ്റുകൾ ഉടക്ക് വെച്ചതാണ് കാരണം. US സെനറ്റിൽ ട്രംപിന്റെ പാർട്ടിയായ റിപ്പബ്ലിക്കൻസിന് ഭൂരിപക്ഷം ഉണ്ടെങ്കിലും US കോൺഗ്രസിൽ മേൽക്കൈയില്ല. മെഡിക്കൽ ആനുകൂല്യങ്ങൾ വെട്ടിച്ചുരുക്കുന്ന ട്രംപിന്റെ നയത്തിൽ പ്രതിഷേധിച്ചാണ് ഡെമോക്രാറ്റുകൾ ബില്ലിനെ എതിർത്തത്. പണം ചെലവഴിക്കാൻ കഴിയാതെ വന്നാൽ പിന്നെ ഒറ്റ മാർഗമേ ഉള്ളൂ: അവശ്യ സർവീസുകൾ അല്ലാത്ത വകുപ്പുകളുടെ പ്രവർത്തനം നിർത്തിവെക്കുക. അതാണ് ഇപ്പോൾ അമേരിക്കയിൽ സംഭവിച്ചിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. പണം ചെലവഴിക്കാൻ കഴിയാതെ അമേരിക്കൻ സർക്കാർ കട പൂട്ടിയിരിക്കുകയാണ്. പക്ഷേ ഇതിനൊരു മറുവശമുണ്ട്. ഇങ്ങനെ സർക്കാർ പ്രവർത്തനം ഭാഗികം മാത്രമാകുമ്പോൾ ജീവനക്കാർക്ക് പലർക്കും ശമ്പളമില്ലാതാകും. വേതനമില്ലാത്ത അവധിയാണ് ഇവരിൽ പലർക്കും ഇപ്പോൾ. ശമ്പളം കിട്ടാതാകുമ്പോൾ പ്രതിസന്ധിയിലായ ലക്ഷക്കണക്കിന് പേരുടെ നാടായി കൂടി മാറുകയാണ് അമേരിക്ക. ഇത് US സർക്കാരിനെ പലതരത്തിൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. വൻ നഷ്ടമാണ് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ദിവസം ചില്ലറ നഷ്ടമല്ല ഉണ്ടാകുന്നത്, 3360 കോടി രൂപയാണ് നഷ്ടം. ദിവസങ്ങൾ നീണ്ടുപോയാൽ ഇത് വൻ പ്രതിസന്ധി ഉണ്ടാക്കും. 2019 35 ദിവസം നീണ്ട ഷട്ട് ഡൗൺ ആണ് അമേരിക്കയിൽ ഉണ്ടായത്. അതുപോലെ നീണ്ടുപോയാൽ അമേരിക്കയെ മാത്രമല്ല ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ ഇത് ദോഷമായി ബാധിക്കാം. എന്നാൽ പണവിനിയോഗത്തിനുള്ള ബില്ല് പാസാക്കുന്ന കാര്യത്തിൽ അമേരിക്കയിൽ ഭരണ പാർട്ടിയും പ്രതിപക്ഷ പാർട്ടിയും വിട്ടുവീഴ്ചയില്ലാതെ ഉടക്ക് തുടരുകയാണ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യയുടെ മെക്കിട്ട് കയറാൻ വന്ന ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്കയിലാണ് ഇപ്പോൾ ഈ സ്ഥിതി. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, മാഗ, ഇതാണ് ട്രംപിന്റെ മുദ്രാവാക്യം. ഇങ്ങനെയാണോ ട്രംപ് അമേരിക്കയെ വീണ്ടും വൻ ശക്തിയാക്കാൻ ഒരുങ്ങുന്നത്? മറ്റു ചില വാർത്തകൾ പെട്ടെന്ന് നോക്കാം. പ്രൈം ഷോട്ടിൽ എണ്ണ വ്യാപാരത്തിൽ ഇന്ത്യ ആർക്കും വഴങ്ങില്ലെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ട്രംപിന്റെ നടപടികൾ അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിയാകുമെന്നും മുന്നറിയിപ്പ്.